ഹലോ എവ്രിവൺ, നമസ്കാരം. എതുക്കൂടെ 4ാം തീയതി കോളേജിൽ പോയില്ല. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ട് എന്തിനാണ് നമ്മൾ ഈ കോർട്ട് വഴി പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചുരുക്കി പറയാമെന്ന് കരുതി. സോ ബേസിക്കലി 19 ഇയേഴ്സ് വരെയാണ് ഇവിടെ സെക്കൻഡറി സ്കൂളിംഗ് എഡ്യൂക്കേഷൻ ഉള്ളത്, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക്. അത് കഴിഞ്ഞ് അവരുടെ കോളേജാണ്. അപ്പോൾ ഈ കോളേജ് എന്ന് പറയുന്ന ഓരോ കൗണ്ടിയിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് അവർ പൊതുവെ കൊടുക്കുക. ബ്രിസ്റ്റളിൽ അവൈലബിലിറ്റീസ് വളരെ കുറവാണ്. ആക്ച്വലി ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് ബ്രിസ്റ്റൽ കൗണ്ടിയിൽ ഉള്ളത്. ഒരു 2.5 days കോഴ്സാണ്. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ആണെന്ന് തോന്നുന്നു, UV. അത് തന്നെ UV നടത്തുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് അദ്വിക്ക് അത് സഫീഷ്യൻ്റ് അല്ല. അവനൊരു ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യാനുള്ള, ഇനിയിപ്പോൾ അഡൾട്ട്ഹുഡിലേക്കാണല്ലോ പോകുന്നത്. ആക്ച്വലി അഡൾട്ട് ആണല്ലോ, 19 വയസ്സായി. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവന് റെസിഡൻഷ്യൽ സ്കൂളിൽ പോകണമെന്ന്. അപ്പോൾ ബ്രിസ്റ്റൽ ഇനിഷ്യലി നമുക്കൊന്നും ഓഫർ ചെയ്തിരുന്നില്ല. പിന്നെ റെസിഡൻഷ്യൽ വേണം എന്ന് പറഞ്ഞപ്പോൾ തന്ന റെസിഡൻഷ്യൽ പ്ലേസ്മെന്റ് ഇസ് ലൈക്ക് 2.5 days ഓഫ് കോളേജ് ആൻഡ് ദെൻ ദ റെസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഹി വിൽ ഹാവ് എ പ്ലേസ് ടു സ്റ്റേ. അല്ലാതെ ഒരു ഫോക്കസ്ഡ് ആക്ടിവിറ്റീസോ ഒന്നും തെറാപ്പീസോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബ്രിസ്റ്റലിൽ താമസിക്കണോ, അങ്ങനെ നമ്മൾ അവനെ വെറുതെ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പോയി ഒരുപാട് കോളേജസ് കണ്ടതിൽ ഈ പെർട്ടിക്കുലർ കോളേജ് ഇവിടെ നിന്ന് 40 minutes ഡ്രൈവേ ഉള്ളൂ. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. കാണാൻ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, നിങ്ങൾക്കിത് ഒരിക്കലും എന്താ പറയുക, ഫസ്റ്റ് അപ്രൂവൽ കിട്ടില്ല, മോസ്റ്റ്ലി നിങ്ങൾ കോർട്ടിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, അന്നേരം 16 വയസ്സ്, അത്രയും നാളിങ്ങനെ രാവും പകലും എന്ന പോലെ നോക്കി വളർത്തിയൊരു കുട്ടീനെ നമ്മൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് വിടുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള, അവന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരിടത്ത് വിട്ടാലല്ലേ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഒരു ബേണിംഗ് ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിലെ. ഇവനിങ്ങനെ എപ്പോഴും അങ്ങനെയാണല്ലോ. ഞാനൊരു ഇനിവേ അത് ഹെൽത്തി അല്ല, ഞാനൊരു ഓവർ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു മമ്മാണ് പല സമയത്തും. അപ്പോൾ എനിക്ക് അവന് പറ്റുന്നത്രേ നല്ലൊരു സ്ഥലത്ത് ഭഗവാനെ അവനെ എത്തിക്കണേന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പ്ലേസ് നമുക്ക് ഇഷ്ടമായി. നമ്മൾ വന്ന് ബ്രിസ്റ്റൽ സിറ്റി കൗൺസിലിന് അതിൻ്റെ സബ്മിഷൻ കൊടുക്കുന്നു. അവരത് റിജക്റ്റ് ചെയ്യുന്നു. റിജക്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഏക ഉള്ള മാർഗം എന്ന് പറഞ്ഞ് അപ്പീലിന് പോകാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ ട്രൈബ്യൂണലിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇനിഷ്യൽ പേപ്പർ വർക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായത് നമ്മൾ വിചാരിച്ചതിലും ഭയങ്കര ഇൻറ്റൻസ് ആണ്. അപ്പോൾ കോളേജും സജസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് സോളിസിറ്റേഴ്സ് വേണം, അല്ലാണ്ട് ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സോളിസിറ്റേഴ്സിൻ്റെ അടുത്ത് പോയി. ഇതിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന സോളിസിറ്റേഴ്സ് ഉണ്ട് ബ്രിസ്റ്റലിൽ. അവരെ കണ്ട് അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരം നമ്മൾ അതേ ഡയറക്ഷനിൽ പോയി. പിന്നെ വേണ്ടത്, ഇത് ഒരു ഇൻഡിപെൻഡന്റ്, ഈ ട്രൈബ്യൂണൽ പാനൽ അറ്റൻഡ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് തെറാപ്പിസ്റ്റുകളുണ്ട്. അതായത് ഒക്യുപ്പേഷണൽ ഫിസിയോ, സ്പീച്ച് തെറാപ്പിസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ്. ഈ 4 പേരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് വേണമായിരുന്നു. അവരിൽ ആരെങ്കിലും ട്രൈബ്യൂണലിൽ വരുകയും വേണം. അങ്ങനെയാണ് കൊച്ചിനെ അസസ് ചെയ്തു ഇന്നതാണ് കാര്യങ്ങളെന്ന് പറയാൻ. അപ്പോൾ ഓൾദോ നമ്മൾ ഈ പ്രോസസ്സ് 16 yearsൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും 1 year ഓഫ് വെയിറ്റിംഗ് ലിസ്റ്റ് ഈ പെർട്ടിക്കുലർ കോളേജിന് തന്നെ ഉണ്ടായിരുന്നു അവനെ അസസ് ചെയ്യാൻ. അവനെ അസസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ബ്രിസ്റ്റൽ സിറ്റി കൗൺസിലിൽ കൊടുക്കുന്നു. അവർ റിജക്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ട്രൈബ്യൂണലിൽ കേസ് രജിസ്റ്റർ ചെയ്യണു. ട്രൈബ്യൂണൽ ഹിയറിങ്ങിന് പിന്നെയും 1 വർഷത്തോളം ഡിലേ കിട്ടുന്നു. അതിനിടയ്ക്ക് അസസ്മെന്റ് കാര്യങ്ങൾ ഭയങ്കര, സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെയല്ല, ഭയങ്കര ഒരു ഇന്റൻസ് പീരിയഡ് ആയിരുന്നു കേട്ടോ. ഇനിഷ്യലി ആൻഡ് ഓൾ ഇറ്റ് വാസ് ഓക്കെ, യുനോ, ആൻഡ് ദെൻ ഇറ്റ് ഗോട്ട് റിയലി ഇന്റൻസ്. പ്രശ്നം എന്താന്ന് വെച്ചാൽ, പ്രശ്നമല്ല ഇത് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഇപ്പം ഇത് കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ UK-യിലുള്ള ആൾക്കാരാണ്, ട്രൈബ്യൂണലിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി റെഡി ഫോർ ഇറ്റ്, mentally, physically, emotionally and financially. It costs you, okay, and it drains you. It's a very expensive process, but you have to know that your heart is in the right place and you're doing it for the best. അത് മാത്രമാണ് നമ്മളെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ആ ഒരു തോട്ടെ അങ്ങനെ. അപ്പോൾ ലാസ്റ്റ് മന്ത്സ് ഒക്കെ ആയപ്പോഴത്തേക്കും, ഇനിഷ്യലി ലാസ്റ്റ് ഡിസംബറിൽ 2024 ഡിസംബറിൽ നടക്കേണ്ട കേസ് ഒരു ഇൻഡിപെൻഡന്റ് ജഡ്ജ് 2 ഭാഗത്തു നിന്നുള്ള എവിഡൻസ്, കൗൺസിലും ഇതേ ഗ്യാതറിംഗ് നടത്തണം, നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ പോവാണല്ലോ. അപ്പോൾ ഈ എവിഡൻസ് ഗ്യാതറിംഗ് എല്ലാം അവരും നടത്തണം, അവർക്കും ഒരു സോളിസിറ്റർ വേണം. അപ്പോൾ ഒരു പ്രിലിമിനറി ഹിയറിംഗ് വെച്ചപ്പോൾ ജഡ്ജ് പറഞ്ഞു, ഐ എം നോട്ട് ഹാപ്പി വിത്ത് ഇറ്റ്, എനിക്ക് ഇതിൽ കൂടുതൽ എവിഡൻസ് വേണമെന്ന് പറഞ്ഞിട്ട്
ഫെബ്രുവരിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ഈ ഡിസംബർ വരെ ഉള്ള ഞാൻ ഓക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ കുറേ ഈ പേപ്പർ വർക്ക് എല്ലാം സോളിസിറ്റർ ഉണ്ടെങ്കിലും നമ്മളാണ് റീഡ് ചെയ്ത് നമ്മൾ അപ്രൂവ് ചെയ്ത് നമ്മൾ ഹാപ്പിയാണെന്ന് നമ്മൾ സോളിസിറ്റേഴ്സിനോട് പറഞ്ഞിട്ടാണ് പിന്നെ അവർ കേസ് ബണ്ടിൽ എന്ന് പറഞ്ഞൊരു ബണ്ടിൽ ഉണ്ടാക്കുക. ഈ എവിഡൻസ് എല്ലാം ഗ്യാദർ ചെയ്തിട്ട് അവർ കേസ് ബണ്ടിൽസ് ഉണ്ടാക്കും. എന്നിട്ട് അതാണ് നമ്മൾ പ്രസന്റ് ചെയ്ത് ഒരു ഹോൾ ഡേ കോർട്ടാണ്. പിന്നെ ഈ ഡിസംബറിൽ നിന്ന് ഫെബ്രുവരിയിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, അതൊരു ഭയങ്കര എങ്ങനെയോ അതിനെ ഭയങ്കര ഹാർഡായിട്ട് ഹിറ്റ് ചെയ്തു. എനിവേ ഫെബ്രുവരിയിലായിരുന്നു കോർട്ട്. ഫുൾ ഡേ 9 to 5 കോർട്ടായിരുന്നു. ബാക്ക് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറിങ്. ആൻഡ് താങ്ക്ഫുള്ളി എന്താ പറയുക, ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്ന പോലെ നമ്മുടെ കൂടെ നിൽക്കാൻ, സത്യം നമ്മളുടെ ഭാഗത്താകുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് പറയുമല്ലോ. അപ്പം അതുപോലെ ഞങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാർ, അവർക്ക് മനസ്സിലായി യദുവിന് ഇത് ആവശ്യമാണ് എന്നും ബ്രിസ്റ്റളിലുള്ള ഫെസിലിറ്റി പോരാ എന്നും മനസ്സിലായി. വേർഡിക്റ്റ് 2 ആഴ്ചക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ജഡ്ജിന് എന്തോ അസുഖം വന്നിട്ട് അവർക്ക് നമ്മുടെ ഈ ഹിയറിംഗ് കഴിഞ്ഞിട്ട് കുറെ ഡിസ്കഷൻസ് ഉണ്ട്. അവരൊരു പാനലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവര് ഇത് ഡിസ്കസ് ചെയ്ത് റിസൾട്ട് വരുന്നത് ഏപ്രിലാണ്. നമുക്ക് ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഏപ്രിൽ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ വർക്കിൽ പറയാനുണ്ട്, ഐ എം ലൈക്ക് ജസ്റ്റ് ടയേർഡ് ഓഫ് ദിസ്. എൻ്റെ മൈ വർക്ക് വാസ് റിയലി സപ്പോർട്ടീവ് കേട്ടോ. അതെനിക്ക് പറയാതെ വയ്യ. വിത്തൗട്ട് ദം ഐ വുഡന്റ് ഹവ് ഡൺ ദിസ്. അപ്പോൾ ഞാനിങ്ങനെ വരികയാണ്. വന്നപ്പോൾ ഒരു രാത്രി 8 മണിയായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞോണ്ട് ഡ്രൈവ് ചെയ്യണ. ഈശ്വര, എത്ര നാളായി ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ സമാധാനം ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എപ്പോഴും നമുക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. ജഡ്ജ് അൺവെല്ലാണ്, ഇത് എപ്പോൾ വരുന്ന അറിയില്ല എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് ഇമെയിൽ നോക്കലാണ് പണിയെ. അപ്പോൾ വീട്ടിൽ വന്ന് കരഞ്ഞിട്ട വന്ന് കയറണേ. അപ്പം കിഷൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ട് എന്താണ് കാര്യം, ഇത് വരാനുള്ള സമയത്തല്ലേ റിസൾട്ട് വരുള്ളൂ, അപ്പോൾ അങ്ങനെ തന്നെ കരുതാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നമുക്കൊരു പ്രയർ പ്ലേസ് ഉണ്ട്, അവിടെ 1 മിനിറ്റ് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരിക. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഒന്നോടെ ഇമെയിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ ദേറിറ്റേഴ്സ്. അപ്പം ഞാൻ ആ ഫ്യൂ സെന്റൻസ് ഹി ഗോട്ടിന്ന് വായിച്ചതേ ഉള്ളൂ. ഞാനങ്ങ് ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി. ഞാൻ കരയേണ്ട കേട്ടപ്പോഴത്തേക്ക് അമ്മുക്കുട്ടി കരഞ്ഞോണ്ട് ഓടിയെന്ന്, എന്ത് പറ്റിയമ്മാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഹി ഗോട്ടിൻ. പിന്നെ ഇവിടെ എന്താ പറയുക, ഒരു കൂട്ടക്കരച്ചിലായിരുന്നു കേട്ടോ. ഇത് കൂട്ടം മാത്രം ഇങ്ങനെ എന്ത് പറ്റി, ഞാൻ പറഞ്ഞു നിനക്ക് പോവാടാ കോളേജില്, വലിയ സന്തോഷം. അങ്ങനെയായിരുന്നു. അപ്പൊ അതാണ് പ്രോസസ്സ് നടന്നത്. നമുക്ക് കോർട്ടിൽ പോകേണ്ടി വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുള്ള എല്ലാവരോടും, ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് യുവർ പേഴ്സണൽ ചോയ്സ് ആൻഡ് ഐ എം നോട്ട് ഹിയർ ടു ഗീവ് യു ആൻ അഡ്വൈസ് ഓർ എനിത്തിങ്. ബട്ട് ഒരു സജഷൻ എന്നുള്ള നിലയ്ക്ക് പറയാണ്, നാട്ടിലത്തെ ഫെസിലിറ്റീസിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും കോളുകൾ വരാറുണ്ട്, നിങ്ങൾക്ക് അറിയോ എവിടെയെങ്കിലും ഇങ്ങനെ നിർത്തണ ആരെങ്കിലും അറിയോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ അന്വേഷിച്ചിട്ടൊന്നും എനിക്കങ്ങനെ അധികം 1-2 സെന്റേഴ്സിനെ പറ്റി എനിക്ക് അറിവുള്ളൂ, അതല്ലാതെ അറിയില്ല. പക്ഷെ നമ്മളെപ്പോഴും ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറയാണ്, എനിക്ക് അദ്വി ഒരു 16 years ഒക്കെ ആവുന്നവരെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ അവനെ ആകെ മാറ്റി നിർത്തിയിട്ടുള്ള എൻ്റെ അമ്മയുടെ അടുത്താണ്. അതുപോലും ഞാൻ 2 ആഴ്ച നിന്ന സമയം കൊണ്ട് ഐ തിങ്ക് ഐ മസ്റ്റ് ഹാവ് ലോസ്റ്റ് അറൌണ്ട് 5 kg വെയിറ്റ്. അത്രയും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എൻ്റെ വിചാരം ഞാനുള്ളിടത്തോളം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമെന്നാണ്. പക്ഷെ പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, ഞാൻ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. വെദർ ഐ എം ഹിയർ ഓർ നോട്ട്, ഹി നീഡ്സ് ടു ബി ഇൻഡിപെൻഡന്റ്. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശത്തിന്റെ പുറത്തും ഇവന് പോകണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ പേരൻസ് എല്ലാം അവരൊരിക്കൽ വലുതാവും. വലുതായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ അല്ല, അവർക്ക് എത്രത്തോളം ഇൻഡിപെൻഡൻസ് ഉണ്ടോ അത്രത്തോളം നല്ലതാണ്. അവര് എസ്പെഷ്യലി UK-ലാണെങ്കിൽ അവര് അണ്ടർ ആ സിസ്റ്റത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 25 years വരെയാണ് EHCP, പൊതുവെ 21 years വരെയാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രഗിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, കാര്യങ്ങൾ കിട്ടാനും ഒക്കെ. അപ്പോൾ അതിനുള്ളിൽ കുട്ടികൾക്ക് എന്താണോ ബെസ്റ്റ്, നമുക്ക് എന്താണോ ബെസ്റ്റ്, ഇത് രണ്ടും നോക്കി, ഇറ്റ്സ് മോർ അബൌട്ട് ദം ദാൻ അസ്, ഞാനത് എപ്പോഴും പറയാം. അപ്പോൾ അത് രണ്ടും ബാലൻസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ
ഞങ്ങൾക്ക് റൈറ്റ് എന്ന് തോന്നിയത് ചെയ്തു. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് വെരി പെയിൻഫുൾ. ആക്ച്വലി ഇത് കിട്ടാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ട്രൈബ്യൂണൽ കഴിഞ്ഞതിൻ്റെ ഒരു കുറച്ച് റിലീഫിലായിരുന്നു ആദ്യമൊക്കെ. അപ്പം അതുകൊണ്ട് ഐ ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് അവൻ പോകുമ്പോൾ ഞാൻ ഓക്കെ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചാൽ. അവൻ ഭയങ്കര ഹാപ്പിയാണല്ലോ, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. വീട്ടിൽ വരണ്ട, വിളിക്കുമ്പോൾ ഐ മിസ് യു അദ്വി എന്ന് പറഞ്ഞാൽ ഡോണ്ട് മിസ് മീ എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത്. ഭയങ്കര സന്തോഷമാണ്. അവനൊരു പീപ്പിൾ പേഴ്സൺ ആണ്. അപ്പം അവൻ ഭയങ്കര പെട്ടെന്ന് ആൾക്കാരുമായിട്ട് ഇഷ്ടത്തിലാവും. അപ്പം അതുകൊണ്ട് അവൻ ഹാപ്പിയാണ് അവിടെ. ആൻഡ് ഐ നോ എവറി ടൈം ഐ ഗോ ദർ, ഐ നോ ദ വേ ഹി ഗ്ലോസ്, ഐ നോ ദാറ്റ് ഹീസ് ഹാപ്പി. നല്ല ക്യാമ്പസും ഒക്കെയാണ്, അതുകൊണ്ട് അവൻ ഹാപ്പിയാണ്. എന്നിരുന്നാലും അവൻ പോയി കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കരമായിട്ട് വീണ് പോയിരുന്നു. ഇപ്പോഴും അത്ര ഇല്ല, എന്താ പറയുക, അങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു എന്ന് പറയാനുള്ള ഒരവസ്ഥയിലേക്കൊന്നും ആയിട്ടൊന്നുമില്ല. കാരണം 19 വർഷത്തെ നമ്മുടെ തോട്ട്സ്, നമ്മുടെ എനർജി, നമ്മുടെ സ്നേഹം, എന്താ പറയുക, എല്ലാം ഒഴുകിക്കൊണ്ടിരുന്ന മക്കളിലേക്കെല്ലാം. എന്നാലും അവൻ്റെ കാര്യത്തിൽ കുറച്ചൊരു എക്സ്ട്രാ കൺസേൺസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു കെട്ടിപ്പിടുത്തം 3-4 ഉമ്മ, വന്നാൽ കെട്ടിപ്പിടുത്തം 4 ഉമ്മ, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മ ഓക്കെയാണോ, മുഖം മാറിയ അമ്മ ഓക്കെയാണോ എന്ന് ചോദിക്കുന്നു. നമുക്ക് വയ്യെങ്കിൽ ആദ്യം ഡിറ്റക്ട് ചെയ്യുന്ന ഒരാൾ. ഈ വീട് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിന്നൊരു പ്രകാശമാണ് അവൻ. അപ്പോൾ അവനങ്ങ് പോയപ്പോൾ ആ ഒരു എംപ്റ്റിനെസ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യാനുണ്ട്. അമ്മുക്കുട്ടി ഇടയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് കരയുണ്ടായിരുന്നു. അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് അവനെ മിസ് ചെയ്യണോ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ കുഞ്ഞി ഇന്നലെ എനിക്ക് അത് ചേട്ടാ അതിനെ ഇപ്പം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാം ഉണ്ട്, ഈസി അല്ല. പക്ഷേ ഐ നോ ദാറ്റ് വാട്ട് എവർ വി ഹാവ് ഡൺ ഈസ് ഫോർ ഹിസ് ബെസ്റ്റ് ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള പേരൻസ് ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കണമെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് നിങ്ങളുടെ കുട്ടിക്ക് എന്ന് തോന്നുന്നത് അത് ചിന്തിച്ച് തന്നെയായിരിക്കും നിങ്ങൾ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുകയാണ്, കാരണം എനിക്ക് നേരത്തെ പറഞ്ഞു തരാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് പല രീതിയിലും അതിൻ്റെതായ കുറേ സ്ട്രഗിൾസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് നേരത്തെ പറഞ്ഞു വയ്ക്കുകയാണ്. എന്നെ ഇപ്പോൾ ഒരാൾ വിളിച്ച് ചോദിച്ചു, നമ്മളങ്ങനെ മാറ്റി നിർത്തിയ ആൾക്കാർ എന്താ പറയും, ഇറ്റ്സ് നോട്ട് അബൌട്ട് ആൾക്കാർ, യുനോ, ആൻഡ് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ആൾക്കാരുടെ ലൈഫല്ലല്ലോ, നമ്മുടെ ലൈഫല്ലേ. നമ്മൾ കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുമല്ലോ. നമ്മുടെ കുട്ടിക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും സന്തോഷം, സ്വസ്ഥം എന്ന് തോന്നുന്നിടത്ത് മാത്രമേ നമ്മൾ വിടുള്ളൂ. It really doesn't matter what other people talk about and think about. So do not worry about it. Just think about yourself, your family and your child. കേട്ടോ, എനിക്ക് അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.